കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ കല്യാണി വിക്രത്തിനെ പഞ്ഞിക്കിടുന്നുണ്ട് കോടതിയില്. പിന്നീട് കോടതിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും പ്രകാശനും വിക്രമും സമനില തെറ്റിയോടെ കല്യാണിയോട് പെരുമാറുന്നുണ്ട്. ആകപ്പാടെ അതപതിച്ചു പോയി രണ്ടുപേരും. ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണിയുടെ പെർഫോമൻസ് കോടതിയിൽ ഇങ്ങനെയാവുന്നു. അതോടൊപ്പം അതിന്റെ വിശേഷങ്ങളും പിന്നീട് ശരണ്യയുടെ വീട്ടിൽ നിന്ന് വിക്രമും പ്രകാശനും ഭാനുമതിയാമ അങ്ങനെയല്ല എല്ലാരും പുറത്തിറങ്ങുവാണ്. ഇനിയിപ്പം നാണം കിട്ട അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ശരണ്യനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ. അങ്ങനെ ഒരിടവും ഇല്ലാതെ തെണ്ടി നടക്കാനായിട്ട് ഇറങ്ങുവാണ് അവര് മൂന്നുപേരും കൂടെ. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. എന്ന് കണ്ട് നമ്മള് അങ്ങനെ ശരണ്യനെ പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുവാണ്. വിസ്തരിക്കാൻ തുടങ്ങുവാണ്. കല്യാണി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മണിമണി പോലെ ശരണ്യ ഉത്തരങ്ങൾ കൊടുക്കുകയാണ്. എല്ലാം കൊടുത്ത് അവസാനം തന്റെ ഭർത്താവിനെയും കൂടെ മനോജിനെയും കൂടെ കൊണ്ടുവന്ന് കാണിച്ചു ചെയ്യുമ്പോൾ കോടതിക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുക. ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പ്രകാശന് ഒരിക്കലും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഇവൻ ഇത്രമാത്രം ക്രൂരത ചെയ്തായിരുന്നോ? ഇവൻ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു പോലുമില്ല. കോടതിക്ക് വ്യക്തമായി. അപ്പൊ സോണിയുടെ ഹസ്ബൻഡിനും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ വിക്രം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വാദി പ്രതിയായ ഒരു അവസ്ഥയായിരുന്നു. ജോർജ് വക്കീലിന്റെ വായിക്കാത്ത നാവ് ഇറങ്ങിപ്പോയി. നാവ് ഉണ്ടോന്ന് പോലും അറിയത്തില്ലായിരുന്നു. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിനോട്, അവിടെ കയറിയതാണോ, സോണിയുടെ വീട്ടിൽ കയറിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് തെളിവുകൾ കിട്ടുവാന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോരാത്തിന് കല്യാണി പറയുകയും ചെയ്തു. ഫോറൻസിക് ഒക്കെ വരുന്നുണ്ട് സോണിന്റെ വീട്ടില്, അടയാളങ്ങളൊക്കെ ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും ആരാണ് അവിടെ കയറിയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജോർജ് വക്കീലിന് ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ ഇവന്മാർ രക്ഷപ്പെടാൻ പോകുന്നില്ല. താൻ എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും അമ്മാതിരി തെളിവുകളാണ് കൊണ്ടുവന്നേക്കുന്നത്. സാക്ഷിനെ സഹിതം കൊണ്ടുവന്ന വിസ്തരിച്ചിരിക്കുന്നത് ശരണ്യയുടെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലായിരിക്കണേ. കാരണം ഇപ്പോഴും അദ്ദേഹം അതിനകത്തൊന്നും ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല. ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയൊക്കെ കോടതിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത്രയും വലിയ ക്രൂരത ചെയ്ത വിക്രത്തോട് കോടതി വിക്രത്തിനെ വെറുതെ വിടത്തില്ല. പിന്നീട് കല്യാണിയുടെ പെർഫോമൻസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ജഡ്ജ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. പിന്നീട് വിധി പറയാനായിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുവാണ്. കാരണം അന്ന് തന്നെ വിധി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വേറൊരു ദിവസത്തേനെ വിധി പറയാനായിട്ട് മാറ്റി വെച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ജോർജ് വക്കീലിന് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. കയറുന്ന സമയത്ത് ഇവള് സ്വന്തമായിട്ട് വാദിക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവളെന്ത് വാദിച്ച് തന്നെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീലിനോട് വാദിച്ച് ജയിക്കാനായിട്ട് ഒരിക്കലും ഇവൾക്ക് സാധിക്കില്ല. ആ ഒരു അഹങ്കാരത്തോടെ വക്കീൽ കയറിപ്പോയത്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പം വക്കീലിന്റെ തല കുനിച്ചു പിടിച്ചാണ് ആ വക്കീൽ ഇറങ്ങിപ്പോയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമില്ല നടന്നേ. അങ്ങനെ കോടതിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വന്ന് ഞാൻ പ്രകാശനും വിക്രമം കാത്തിരിക്കുമായിരുന്നു കല്യാണിക്ക് വേണ്ടി. അപ്പൊ കല്യാണി കിരണൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് പ്രകാശം വന്നിട്ട് ചോദിച്ചു, ഒരു 3ാം ക്ലാസ് പഠനം മാത്രമേ നിനക്കുള്ളൂ, പക്ഷെ നീ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലോടി അവിടെ കാഴ്ചവെച്ചേ. എന്താണെങ്കിലും എന്റെ മോന് നീ 8ന്റെ പണി കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? അങ്ങനെ എനിക്കെതിരെ ഒരു കള്ളപ്പരാതിയും കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് കോടതിയിൽ നിന്ന് ഊരിപ്പോവാന്ന് വിചാരിച്ചോ? അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കാൻ വന്നേ. നിങ്ങൾ എനിക്ക് സംസാരശേഷി നഷ്ടപ്പെടുത്തി. പക്ഷെ ആ സ്ഥാനത്ത് ഇന്നിപ്പം ഞാൻ ഉറക്കെ എനിക്ക് വേണ്ടി വാദിച്ചത്. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ജയിക്കാൻ കഴിയുമെന്ന്. എന്റെ ആംഗ്ലയെന്ന് പറയുന്ന ഈ ദുഷ്ടനെ എന്റെ മനസ്സിൽ ശരണ്യയുടെ ഭർത്താവിന്റെ മുഖമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആൽബിയയുടെ മുഖം അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത്രമാത്രം ക്രൂരതയിൽ ഇവൻ ചെയ്ത്. ഈ ക്രൂരതയിൽ ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഞാൻ തന്നെ വന്ന് ബാധിച്ചത്. ഇത് കേട്ടുകഴിഞ്ഞും വിക്രം പറഞ്ഞു, എന്നാലും നീ ആള് കൊള്ളാലോടി എന്ന് പറയാണ്. പിന്നെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീയൊക്കെ എന്തേലും പറഞ്ഞു കഴിയുമ്പം സ്വന്തം അച്ഛനായ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ എന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കോടതി പറഞ്ഞു. പക്ഷെ ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതാ പറയുന്നേ, സത്യമോ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞേ. എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മൂടി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ശരണ്യ കേസ് തന്നെ ഒന്ന് ഓർത്തു വെക്കേ. ഇത്രയും കാലമായിട്ട് ശരണ്യ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ നീ ആയിട്ട് വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കിയതാ വിക്രം എന്ന് പറയണം. നിന്റെ കുഴി നീ തന്നെ തോണ്ടിയെടുത്തു. എനിക്ക് മനസ്സിലായി നിന്നോടൊപ്പം ആരാ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നതെന്നൊക്കെ. ആരാണെങ്കിലും അവർക്കൂടെ ഒരു നല്ല തിരിച്ചടിയായി കിട്ടിയിരിക്കുന്നു പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രകാശം പറഞ്ഞു, നീ അനുഭവിക്കുമല്ലോടി, നീ ഒരിക്കലും ഗതി പിടിക്കില്ലെന്ന് പറയണം. ഞാനിത് കുറെ കേട്ടിട്ടുള്ളതല്ലേ, ഞാൻ ജനിച്ചപ്പം മുതൽ കേട്ടേക്കുന്നല്ലേ. അതുകൊണ്ട് കാക്ക രാഗിയെ പോത്തിയാവുമെന്ന് പറഞ്ഞോണക്ക് ഇനിയിപ്പൊ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട.
കിരൺ പറഞ്ഞു സമാധാനമായല്ലോ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞങ്ങളും കാത്തിരുന്നേ. ഇനി നമുക്ക് കാണാം. നിങ്ങളുടെ മോനുണ്ടല്ലോ, നിങ്ങൾ വളർത്തി വലുതാക്കി രാജകുമാരനെ പോലെ വളർത്തുന്നു പറഞ്ഞേ. ഇനി അപ്പൊ നിങ്ങക്ക് ജയിലിൽ പോയി കാണാം അവനെ. എന്റെ ഭാര്യ കല്യാണി ജയിലിൽ കിടക്കുമെന്ന് ഓർത്തല്ലേ നിങ്ങൾ ഇരുന്നേ. ഇപ്പം എല്ലാ സംഗതികളും തകടം പറഞ്ഞില്ലേ, ഇപ്പൊ സമാധാനമായില്ലെന്ന് ചോദിച്ചോണ്ട് കിരണിന്റെ വക കളിയാക്കൂടെ. എല്ലാം കൊണ്ട് ആ പടം സമനില തെറ്റി പോലെ വരുമ്പോഴാണ് ശരണ്യ അങ്ങോട്ട് വരുന്നത്. ശരണ്യയെ കണ്ടപ്പോഴത്തേനും പ്രകാശനും ഒന്നുകൂടെ അങ്ങ് ദേഷ്യം വന്നു. ശരണ്യയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുവാണ്. എന്നിട്ട് ചോദിച്ചു, നീ പകയെല്ലാം മനസ്സിൽ വെച്ചാലടി എന്റെ മോന്റെ ജീവൻ തളർത്തെ. വെറുതെ അല്ല നീ എന്റെ മോനെ അന്ന് ജയിലിൽ നിന്ന് ഇറക്കിയത്. ഇതിനേക്കാളും ഭേദം അവൻ ആ ജയിലിൽ കിടക്കുന്നതായിരുന്നു പറയണം. ശരണ്യ പറഞ്ഞു, നിങ്ങൾ എന്താ ഓർത്തെ? നിങ്ങളോട് മോനോടുള്ള അങ്ങ് പ്രണയം മൂത്തട്ട ഞാൻ ഈ ചെയ്തേന്നോ? അതെ, നിങ്ങളുടെ മോനോടുള്ള പ്രണയം മൂത്തട്ടല്ല, നിങ്ങളുടെ മോനോടുള്ള പക മൂത്തട്ട ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ. ഞാൻ എന്റെ മനോജേട്ടനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നറിയാവോ? ഞങ്ങളുടെ ജീവിതം അവൻ ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിയത്. അങ്ങനെയുള്ള ഇവനെ ഞാൻ വെറുതെ വിടുവോ? കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കിട്ടുവോളെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഇവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പ്രകാശനും വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് ശരണ്യ അടുത്തേക്ക് കല്യാണി കിരണും വരുന്നുണ്ട്. കല്യാണി പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ മനോജേട്ടനും കൂട്ടി ഇവിടം വരെ വന്നേനെ. അപ്പൊ ശരണ്യ പറഞ്ഞു, ഞാനല്ലേ അങ്ങോട്ട് നന്ദി പറയേണ്ട ആള്. വൈകിട്ടാണെങ്കിലും നീതി കിട്ടിയില്ലോ ഞങ്ങൾക്ക്. ഉറപ്പായിട്ട് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അടുത്ത ഇനി ഇപ്പം വിധിയാ വരാൻ പോകുന്നത്. അന്ന് അവന് പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അവൻ എത്രത്തോളം ശിക്ഷ കിട്ടാവോ അത്രത്തോളം ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഒരു ജീവപര്യന്തം കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവൻ അത്രമാത്രം ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട്. കിരൺ പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കല്യാണി നിന്നെക്കുറിച്ച്. നീ ഇത്രമാത്രം ആത്മവിശ്വാസത്തോടെ അവിടെ വാദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സോമനാഥൻ വക്കീലൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. സോമനാഥൻ വക്കീലൊക്കെ വന്ന് കല്യാണി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, മിടുക്കി. ഞാൻ പോലും ഇത്ര വിചാരിച്ചില്ല കേട്ടോ. ഒരു പക്ഷേ ഈ കല്യാണ സ്ഥലത്ത് ഞാനാണെങ്കിൽ എനിക്ക് പോലും ഇങ്ങനെ വാദിക്കാൻ പറ്റുമായിരുന്നില്ല. അല്ലെങ്കിൽ കല്യാണി ഏതെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയായിരുന്നെങ്കിൽ ഇതിന്റെ 7 അയൽക്കൊത്തു പോലും വരില്ലായിരുന്നു. കാരണം കല്യാണിക്കാണ് സത്യാവസ്ഥകളെല്ലാം അറിയാവുന്നേ. അപ്പൊ കല്യാണം നല്ല ബോൾഡ് ആയിട്ട് എന്നാണ് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പതർച്ചയില്ലാതെ. ആദ്യം പ്രകാശൻ കല്യാണിനെ കുറിച്ച് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞപ്പോ കല്യാണം മനസ്സൊന്ന് പതറിയായിരുന്നു. പക്ഷെ കല്യാണം അതൊന്നും മനസ്സിൽ വെക്കാതെ നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി അവിടെ നിന്ന് സംസാരിച്ചേ. അപ്പൊ സോമനാഥൻ വക്കീലിന്റെ ഈ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിക്കും കിരണും എല്ലാം സന്തോഷമായി. ഈ സമയത്തെല്ലാം ദീപയെല്ലാം ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. എന്റെ ദൈവമേ, കല്യാണിക്ക് ഒരു ആപത്തും വരുത്തല്ലേ, ആപത്തും കൂടാതെ കല്യാണി വീട്ടിലേക്ക് വരണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം എന്താ അവിടെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. കല്യാണിയും കിരണും കൂടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ദീപ ഓടി വരുന്നുണ്ട്. ദീപ പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ദീപയോട് പറയുവാണ്. ദീപയ്ക്ക് സന്തോഷമായി. ദീപ പറഞ്ഞു, അങ്ങനെ വൈകിയാണെങ്കിലും എന്റെ മോന് നല്ല കടുത്ത ശിക്ഷ എന്നെ കിട്ടിയല്ലോ. അവൻ അതല്ല, അതിൽ കൂടുതൽ എന്നെ കിട്ടണം. ഇനി കിട്ടാൻ പോകുന്നുള്ളൂ. കോടതി വിധി വന്നു കഴിയുമ്പോൾ കണ്ടോ, അയാളും അവനും ശരിക്കും നക്ഷത്രക്കാലം എണ്ണാൻ പോകുന്നുള്ളൂ. അവനെ വളർത്തി വലുതാക്കി ഈ വിധമാക്കിയത് അവന്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടന. അവന് ഇതൊരു പാഠം തന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ്. പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ശരണ്യയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ഭാനുമതി ഇതൊന്നും അറിഞ്ഞിരുന്നില്ലായിരുന്നു. വിക്രവും പ്രകാശനും ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ ഓടി ഭാനുമതി അങ്ങ് ചെല്ലുക. എന്തായടാ അവളെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ വിക്രം ഒന്നും മിണ്ടിയില്ല. എന്ത് പറ്റി മോനെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അല്ല എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പ്രകാശൻ പറഞ്ഞു, കോടതിയിലെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. അതെന്താ കോടതി പൊളിച്ചടിക്കില്ലേന്ന് ചോദിക്കുവാണ് ഇവനെ. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എന്റെ ഭഗവാനെ, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. ഇവനകത്തേക്ക് പോകുന്ന എനിക്ക് തോന്നേ. വെറുതെ ഇരുന്ന സമയത്ത് കേസിനും പോകണ്ട, ഒന്നിനും പോകണ്ടായിരുന്നു. ഇപ്പോഴാണ്ടേ ഇവനകത്തേക്ക് പോയി എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയാന്ന് പറയണേ. ഈ സമയത്ത് ശരണ്യ അങ്ങോട്ട് വരുന്നേ. ശരണ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പ്രകാശന് ദേഷ്യം വന്നു. പ്രകാശൻ അകത്തേക്ക് അങ്ങോട്ട് പോയിട്ട് വിക്രത്തിനോട് പറഞ്ഞു, എടാ എന്തേലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ, ഇവിടുന്ന് ഇറങ്ങാന്ന് പറയാണ്. ഭാനുമതിയും വെച്ച് എങ്ങോട്ട് ഇറങ്ങാനായിട്ട്? എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ഉള്ള പെട്ടിയും കിടക്കെടുത്തോണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ അവിടെ നാണം കിട്ട് നിൽക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് ശരണ്യ ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.